ഹായ് ഗായ്സ്, ഇന്ന് വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ ആയിട്ടാണ് വന്നിരിക്കണേ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമുക്കതൊന്ന് ട്രൈ ചെയ്താലോ? വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ചിക്കൻ വലിയ പീസുകളായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതിലോട്ടൊരു അരപ്പുണ്ടാക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ മല്ലിയില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം മസാലകളെല്ലാം ഇടണം. അതെല്ലാം ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല മസ്റ്റർഡ് പേസ്റ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം 2 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അടുത്തത് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് പുഴുങ്ങിയ മുട്ട, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, ഓയിൽ ഇതെല്ലാം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം. പുളിക്ക് ആവശ്യമുണ്ടെങ്കിൽ ലെമൺ ജ്യൂസും കൂടിയും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ബട്ടർ ഇട്ടിട്ടാണ് ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ബട്ടറും പിന്നെ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പീസുകളും അടുക്കി വെച്ചു കൊടുത്ത് നമ്മളിതെല്ലാം ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്രൈ പാൻ മാറ്റുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൽ കരിഞ്ഞ കുറച്ച് പീസസൊക്കെ കിടക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരാനും അത് നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ചും കൂടി ബട്ടറൊക്കെ ഇട്ട് എല്ലാ പീസസും ഒന്ന് സെറ്റാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സോസും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ദം ചെയ്തെടുക്കണ പോലെയോ ചൂടാക്കി എടുക്കുന്ന പോലെയൊക്കെ നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.